നമസ്കാരം. ഹെയറിന്റെയും സ്കാൽപ്പിന്റെയും അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഹെയർ കട്ടിങ്ങിനായി മുടിയുടെ അനാലിസിസ് നടത്തുക, സ്കാൽപ്പ് അനാലിസിസ് നടത്തുക. പാരഗ്രാഫ് 3 ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ്, മെഷീൻസ് എന്നിവ ഇവയാണ്. ടവൽ 1, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ 1, ഫേസ് ക്ലീൻ ഷീറ്റ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് 1, പ്ലാസ്റ്റിക് സ്പാറ്റുല 1, ഹൈ ഫ്രീക്വൻസി മെഷീൻ 1, ഫേഷ്യൽ ബെഡ് 1, കോട്ടൺ ആവശ്യത്തിന്, ക്ലൻസിംഗ് മിൽക്ക് ആവശ്യത്തിന്, ഡിസ്പോസിബിൾ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ, ആന്റിസെപ്റ്റിക് ലോഷൻ അല്ലെങ്കിൽ ആസ്ട്രിജന്റ് ആവശ്യം. ഹെയർ കട്ട് ചെയ്യുന്നതിനു മുമ്പ് ഏറ്റവും അനുയോജ്യമായ ഹെയർ കട്ട്, സ്റ്റൈലിംഗ് ടെക്നിക്, ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് എന്നിവ നിർണ്ണയിക്കാൻ മുടിയുടെ അനാലിസിസ് അത്യാവശ്യമാണ്. ക്ലയന്റിന്റെ മുടിയുടെ തരം, അതായത് സ്ട്രൈറ്റ്, വേവി, കേളി ഓർ ടൈറ്റ്ലി കോയിൽഡ് ആണോ എന്ന് നിർണ്ണയിക്കാൻ മുടിയുടെ വിശകലനം സഹായിക്കുന്നു. ഹെയറിന്റെ നാച്ചുറൽ ടെക്സ്ചർ മനസ്സിലാക്കുന്നത് ക്ലയന്റിന്റെ മുടിയുടെ തരത്തിന് അനുയോജ്യമായ ഹെയർ കട്ട് ടെക്നിക്സും സ്റ്റൈൽസും തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. മുടിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ പരിഗണിക്കേണ്ട 4 സ്വഭാവ സവിശേഷതകൾ ഇവയാണ്. ഹെയർ ലൈൻസ്, ഹെയർ ഗ്രോത്ത് പാറ്റേൺസ്, ഹെയർ ഡെൻസിറ്റി ആൻഡ് ഹെയർ ടെക്സ്ചർ. ആദ്യം നമുക്ക് ഹെയർ ലൈൻസ് നോക്കാം. മുഖം, ചെവികൾ, കഴുത്ത് എന്നിവയ്ക്ക് ചുറ്റും ഏറ്റവും പുറം പെരിമീറ്ററിൽ വളരുന്ന മുടിയെ ഇത് സൂചിപ്പിക്കുന്നു. മുടി വളർച്ചയുടെ പാറ്റേൺ മറ്റൊരു സവിശേഷതയാണ്. സ്കാൽപ്പിൽ നിന്ന് സ്വാഭാവികമായി മുടി വളരുന്ന ഡയറക്ഷൻ ആണിത്. നാച്ചുറൽ ഫാൾ അല്ലെങ്കിൽ നാച്ചുറൽ ഫാളിംഗ് പൊസിഷൻ എന്നും ഇതിനെ വിളിക്കുന്നു. അടുത്തത് ഹെയർ ഡെൻസിറ്റിയാണ്. ഇത് സ്കാൽപ്പിലെ ഒരു ചതുരശ്ര ഇഞ്ചിൽ കാണപ്പെടുന്ന വ്യക്തിഗത മുടിയിഴകളുടെ അളവിനെ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി തിൻ, മീഡിയം അല്ലെങ്കിൽ തിക്ക് എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. കൂടാതെ കോഴ്സ്, മീഡിയം അല്ലെങ്കിൽ ഫൈൻ എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്ന ഓരോ മുടിയിഴകളുടെയും ഡയാമീറ്ററിനെ ഹെയർ ടെക്സ്ചർ പരാമർശിക്കുന്നു. മുടിയുടെ പോറോസിറ്റി നിർണ്ണയിക്കാൻ ഹെയർ അനാലിസിസ് സഹായിക്കുന്നു. ഇത് മോയ്സ്ചറൈസ് അബ്സോർബ് ചെയ്യാനും നിലനിർത്താനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഹെയർ അനാലിസിസിൽ ക്ലയന്റിന്റെ സ്കാൽപ്പിന്റെ അവസ്ഥ വിലയിരുത്തുന്നതും ഉൾപ്പെടുന്നു. ഡാൻഡ്രഫ്, ഡ്രൈനസ്, ഓയിൽനെസ് അല്ലെങ്കിൽ സ്കാൽപ്പിലെ സെൻസിറ്റിവിറ്റി തുടങ്ങിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ഹെൽത്തി സ്കാൽപ്പ് എൻവിറോൺമെന്റ് നിലനിർത്തുന്നതിന് ഉചിതമായ പ്രോഡക്ട്സും ട്രീറ്റ്മെന്റ്സും ശുപാർശ ചെയ്യാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കുന്നു. കളറിംഗ്, പേമിംഗ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിംഗ് പോലുള്ള ക്ലയന്റ് മുമ്പ് നടത്തിയ ഏതെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് തിരിച്ചറിയാൻ ഹെയർ അനാലിസിസ് നിങ്ങളെ അനുവദിക്കുന്നു. ക്ലയന്റ്സ് ഹെയറിന്റെ ട്രീറ്റിംഗ്സിന് മുമ്പുള്ള ഒരു പ്രധാന പ്രക്രിയയാണ് സ്കാൽപ്പ് അനാലിസിസ്. അതിനാൽ അബ്നോർമൽ സ്കാൽപ്പും ഹെയർ കണ്ടീഷനും ഉചിതമായ സ്കാൽപ്പിന്റെയും ഹെയറിന്റെയും ട്രീറ്റ്മെന്റ് നൽകുന്നതിന് കൂടുതൽ സൂക്ഷ്മമായ വിശകലനം ആവശ്യമാണെന്ന് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അടിസ്ഥാനപരമായി മാഗ്നിഫയിംഗ് ലാമ്പിന്റെ സഹായത്തോടെയോ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ സ്കാൽപ്പിലെ അലർജിയോ അല്ലെങ്കിൽ വോൺസോ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വിശദാംശങ്ങളും ശേഖരിച്ച ശേഷം ക്ലയന്റിന്റെ റെക്കോർഡ് പൂരിപ്പിക്കുക.
തുടർന്ന് ഉപഭോക്താവിനെ അഭിവാദ്യം ചെയ്ത് അവരെ കംഫർട്ടബിൾ ആക്കുക. അതിനുശേഷം സ്കാൽപ്പ് അനാലിസിസിന്റെ ഉദ്ദേശത്തെയും പ്രയോജനങ്ങളെയും കുറിച്ച് അവരോട് വിശദീകരിക്കുക. ഇപ്പോൾ ക്ലയന്റിന്റെ മുടി ഉണങ്ങിയതും വൃത്തിയുള്ളതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഉറപ്പാക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പുകളോ ഹെഡ് ബാൻഡുകളോ ഉപയോഗിച്ച് മുടി സ്മോൾ സെക്ഷൻസായി വിഭജിക്കുക. മുഴുവൻ സ്കാൽപ്പിന്റെയും സിസ്റ്റമിക്കും സമഗ്രവുമായ അനാലിസിസിന് ഇത് സഹായിക്കുന്നു. അടുത്ത ഘട്ടം സ്കാൽപ്പ് ഇൻസ്പെക്ട് ചെയ്യുക എന്നതാണ്. വിസിബിൾ റെഡ്നെസ്, ഇൻഫ്ലമേഷൻസ്, ഫ്ലാക്കിംഗ് അല്ലെങ്കിൽ ലെഷൻസ് എന്നിവ തിരിച്ചറിയാൻ ഇത് തുടക്കത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ചെയ്യാം. ഡ്രൈനെസ്, ഓയിൽനെസ് അല്ലെങ്കിൽ ഉൽപ്പന്ന രൂപീകരണം എന്നിവയുടെ ഏതെങ്കിലും സൈൻസ് ഒബ്സർവ് ചെയ്യാൻ ഇത് സഹായിക്കും. കൂടുതൽ എക്സാമിനേഷനായി ഒരു ഹാൻഡ് ഹെൽഡ് മൈക്രോസ്കോപ്പ് പോലുള്ള മാഗ്നിഫയിങ് ടൂൾസ് ഉപയോഗിക്കാം. ഹൈ ഫ്രീക്വൻസി മെഷീൻസ് വഴി ഇതുപോലുള്ള ആഴത്തിലുള്ള വിശകലനം നടത്താൻ കഴിയും. അതുവഴി ക്ലയന്റിന്റെ സ്കാൽപ്പിനും ഹെയറിനും കൂടുതൽ പ്രത്യേകമായ ട്രീറ്റ്മെന്റ് നൽകാനും. മൈൽഡ് ഇലക്ട്രിക്കൽ കറന്റിന്റെ സഹായത്തോടെ സ്കാൽപ്പിലെ സ്കിന്നിനെ ഉത്തേജിപ്പിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നു. ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ഓക്സിജനേറ്റിംഗും ചെയ്യുമ്പോൾ ചർമ്മത്തെ ടോൺ ചെയ്യാൻ കറന്റ് സഹായിക്കുന്നു. ഈ മെഷീനിൽ വ്യത്യസ്ത സൈസും ഷേപ്സും ഉണ്ട്. സ്കാൽപ്പ് അനാലിസിസിന് വേണ്ടി കോം ഷേപ്ഡ് ഇലക്ട്രോഡ് സ്കാൽപ്പിൽ നിന്ന് ജെംസിനെ നീക്കം ചെയ്യാനും ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് നൽകാനും ഉപയോഗിക്കുന്നു. ഫിംഗർ ടിപ്സും പാമും ഉപയോഗിച്ച് ഹെഡ് മസാജ് ചെയ്ത് 15 മിനിറ്റ് വൈഡ് ടൂത്തഡ് കോംബ് ഉപയോഗിച്ച് മുടി ചീകിയ ശേഷം ഹൈ ഫ്രീക്വൻസി മെഷീൻ ട്രീറ്റ്മെന്റ് ക്ലയന്റിന് നൽകാം. ആവശ്യമായ എല്ലാ ആവശ്യകതകളും പരിശോധിച്ച ശേഷം സ്കാൽപ്പും ഹെയർ ഹെൽത്തും വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. pH ബാലൻസ്, ഹൈഡ്രേഷൻ, സെബം ഉൽപ്പാദനം തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടെ സ്കാൽപ്പിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തുക. കൂടാതെ ഡാമേജ്, ബ്രേക്കേജ് അല്ലെങ്കിൽ അമിതമായ മുടികൊഴിച്ചിൽ എന്നിവയുടെ സൈൻസിനായി മുടിയിഴകൾ ഒബ്സർവ് ചെയ്യുക. എല്ലാ പരിശോധനാ ഫലങ്ങളും അനാലിസിസ് ചെയ്തുകഴിഞ്ഞാൽ സ്കാൽപ്പ് അനാലിസിസിന്റെ കണ്ടെത്തലുകൾ ക്ലയന്റുമായി പങ്കിടുക. ക്ലയന്റ് വിശകലന ഫലങ്ങളെ അടിസ്ഥാനമാക്കി ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾക്കുള്ള ശുപാർശകൾ വാഗ്ദാനം ചെയ്യുക. ഉപഭോക്താക്കളുടെ ഡാറ്റ വളരെ പ്രധാനമാണ്. അതിനാൽ റഫറൻസിനും ട്രാക്കിങ്ങിനുമായി വിശകലനത്തിന്റെ ഒരു റെക്കോർഡ് സൂക്ഷിക്കുക. കൂടാതെ ശരിയായ ക്ലെൻസിംഗ്, കണ്ടീഷനിംഗ്, സ്റ്റൈലിംഗ് ടെക്നിക്സ് എന്നിവയെക്കുറിച്ചുള്ള നുറുങ്ങുകൾ ഉപയോഗിച്ച് ക്ലയന്റുകളെ ബോധവൽക്കരിക്കുക. ഡയറ്റ്, സ്ട്രെസ്, ഹൈജീൻ പ്രാക്ടീസസ് എന്നിവ പോലുള്ള സ്കാൽപ്പ് ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ജീവിതശൈലീ ഘടകങ്ങളെക്കുറിച്ച് ഉപദേശിക്കുക. കൂടാതെ ക്ലയന്റിന് ഒരു ഫോളോ അപ്പ് ഷെഡ്യൂൾ നൽകുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ഏറ്റവും അനുയോജ്യമായ ഹെയർ കട്ട്, സ്റ്റൈലിംഗ് ടെക്നിക്സ്, ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ എന്നിവ ഹെയർ അനാലിസിസ് നിർണ്ണയിക്കുന്നു. മാഗ്നിഫയിങ് ലാമ്പ് അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് സ്കാൽപ്പിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ശരിയായ ക്ലെൻസിംഗ്, കണ്ടീഷനിംഗ്, സ്റ്റൈലിംഗ് ടെക്നിക്സ്, ജീവിതശൈലീ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നുറുങ്ങുകൾ ഉപയോഗിച്ച് ക്ലയന്റുകളെ ബോധവൽക്കരിക്കുക. ഇതോടെ സെഷന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മുടിയുടെയും സ്കാൽപ്പ് അനാലിസിസിനെയും കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.